അപ്പം ഗൈസ് നമ്മൾ കോട്ടയം സ്റ്റൈൽ ഒരു മീൻകറി വെക്കുകയാണ് കേട്ടോ. കോട്ടയം സ്റ്റൈൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളുടേതായിട്ടുള്ളൊരു സ്റ്റൈൽ മീൻകറി വെക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മളിപ്പം എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് നമ്മൾ എന്നാ പറയുന്നത് വെളുത്തുള്ളി ഇടുവാണ്. അപ്പോൾ അതിൻ്റെ ഒരു പച്ച ഇത് മാറുന്നിടം വരെ ഒന്ന് ചെറിയൊരു ബ്രൗൺ ആവുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കുക. വഴറ്റിയെടുത്ത് നമ്മൾ അതിൻ്റെ അകത്തോട്ട് ഞങ്ങൾ ആലപ്പുഴക്കാരായതുകൊണ്ട് ഞങ്ങൾ ഇതിൻ്റെ അകത്ത് ഇച്ചിരി പച്ചമുളക് സാധാരണ രീതിയിൽ ഇടാറുണ്ട്. അപ്പോൾ പച്ചമുളക് ഇടുന്നുണ്ട്. ആലപ്പുഴക്കാരെല്ലാവരും അങ്ങനെ ചെയ്യാറില്ല, പക്ഷേ ഗൾഫിലുള്ള എല്ലാവരും അത് ചെയ്യും കേട്ടോ. വേറെ ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ പച്ചമുളക് ഇട്ടിട്ടുണ്ട്. ഒരു പച്ചമുളക് കീറിയിട്ടിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ എന്താ പറയുക ഉള്ളി. ഇത് നമുക്ക് സ്മോൾ ഒനിയൻ എന്ന് പറഞ്ഞ് കിട്ടിയതാണ് കേട്ടോ. ഞാനപ്പം മറ്റേ ചെറിയുള്ളിയാണെന്ന് പറഞ്ഞിട്ട് എടുത്തതാണ്, പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു സവോള ടൈപ്പാണ്. അപ്പോൾ അതാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു 2 എണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 എണ്ണം അത് ഒന്ന് വഴണ്ട് വരുന്നതിന് വരെ എണ്ണയിലിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. അപ്പം മീൻകറിക്കകത്ത് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുടംപുളി ആണെങ്കിൽ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ നമ്മൾ മഞ്ഞൾപ്പൊടി, പിന്നെ ഉപ്പ്, പിന്നെ നമ്മൾ ഇച്ചിരി ഉലുവാപ്പൊടി കേട്ടോ. ഉലുവ ഇല്ലായിരുന്നു, നമ്മൾ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ യൂസ് ചെയ്യുകയാണ്. അതേപോലെ നമ്മുടെ മീൻ കേട്ടോ, ഇത് 1 കിലോ മീനുണ്ട്. ഇത് നമ്മുടെ പാലാമീനാണ് കേട്ടോ. അപ്പോൾ പാലാമീനാണ് നമ്മൾ എടുത്തേക്കുന്നത് ഇന്ന് മീൻകറി വെക്കുന്നത്. സ്പെഷ്യൽ മീൻകറിയാണ്, ആശാമ്മയുടെ സ്പെഷ്യൽ മീൻകറി. അപ്പോൾ ഗൈസ് നമ്മൾ പൊടികൾ ആഡ് ചെയ്യുകയാണ്. അപ്പം മഞ്ഞൾപ്പൊടി ഇടുകയാണ് കേട്ടോ. മഞ്ഞൾപ്പൊടി ഒരു ചെറിയ സ്പൂണ് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി. അതേപോലെ തന്നെ നമ്മൾ അതിട്ടൊന്ന് ഇളക്കി കഴിഞ്ഞിട്ട് നമ്മളിനി അടുത്ത് ഉപ്പ് ഇടുകയാണ് കേട്ടോ. ഉപ്പ് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഓരോരുത്തരുടെ ഇതനുസരിച്ച് കേട്ടോ. അപ്പോൾ നമ്മളൊരു ഹാഫ് ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. ഹാഫ് ടീസ്പൂൺ ഉപ്പ്. നമ്മൾ കഴിഞ്ഞിട്ട് ഉപ്പ് നോക്കിയിട്ട് പിന്നെ നമ്മൾ ഇതിൻ്റെ അത് ആഡ് ചെയ്യുന്നുള്ളൂ. അതേപോലെ അപ്പോൾ അടുത്ത ചില്ലി പൗഡറാണ്, കാശ്മീരി ചില്ലിയാണ് കേട്ടോ. കാശ്മീരി ചില്ലി നമ്മളൊരു 3 ടേബിൾ സ്പൂൺ കേട്ടോ. 3 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ, കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ആഡ് ചെയ്ത് അതൊന്ന് മൂക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് നമ്മൾ പിന്നെ അതിൻ്റെ അകത്തോട്ട് പുളി ആഡ് ചെയ്യുകയാണ് കേട്ടോ. അപ്പം നമ്മൾ അതിൻ്റെ അകത്തോട്ട് വാളംപുളിയല്ല കുടംപുളിയാണ് കേട്ടോ. കുടംപുളി ഇട്ടു. അതിൻ്റെ അകത്തോട്ട് സ്വല്പം പുളിയുടെ വെള്ളം സ്വല്പം ഒന്ന് ഒഴിച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ പെട്ടെന്ന് നമ്മുടെ എന്നാ പറയുന്നത് മുളക് പൊടി മൂത്തിട്ട് ഒരു കയ്പ്പ് ടേസ്റ്റ് വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ചേട്ടത് വെള്ളം കൂടെ ആഡ് ചെയ്തായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ ബാക്കി വെള്ളം ആഡ് ചെയ്യാൻ പോകണം കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മൾ ഇതിൻ്റെ അകത്ത് വേണ്ട വെള്ളം ആഡ് ചെയ്ത് 2 കപ്പ് വെള്ളം നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. 2 കപ്പ് വെള്ളം ആഡ് ചെയ്ത് ഒന്ന് തിളച്ച് വരാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുക. തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് മീൻ ആഡ് ചെയ്യും കേട്ടോ. മീൻ ആഡ് ചെയ്തിട്ട് പിന്നെ നമ്മളങ്ങ് അടച്ച് വെച്ച് വേവിക്കുകയാണ്. അപ്പോൾ തീ കുറച്ച് വെച്ച് വേവിക്കും. ഓക്കെ. അപ്പോൾ ഗൈസ് നമ്മുടെ മീൻ കറി കണ്ടില്ലേ, മീൻ നമ്മളിട്ടു. ഇനിയിപ്പോൾ ഒന്ന് വെള്ളം തിളച്ചായിരുന്നു കേട്ടോ. ചാറ് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ മീനിട്ടു. ഇനിയിപ്പോൾ ഒന്നുകൂടെ ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ ഒരു എന്താ പറയുന്നത് കുറഞ്ഞ ഫ്ലെയിമിൽ പിന്നെ നമ്മൾ അടച്ച് വെച്ച് നമ്മൾ വേവിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. ഓക്കെ. അപ്പോൾ താങ്ക് യു.